പുലർച്ചെ 3:30 മണിക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലെ ടൈഗർ ഹിൽസിൽ. ഇതിലേറ്റവും മനോഹരമായിട്ട് തോന്നിയത് എന്താന്ന് ഈ ഷമി മാഷ് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ സംഭവം എന്താ വെച്ചാൽ ആ സൂര്യോദയത്തിന്റെ സമയത്ത് കാഞ്ചൻജംഗയിലേക്ക് ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അസാധ്യമായിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള നല്ല സ്വർണ്ണ കളറിലുള്ള ആ റിഫ്ലക്ഷൻ ആണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും മനോഹരമായിട്ടുള്ള പല്ലും തേച്ചിയില്ല, കുളിച്ചിട്ടുമില്ല, സൂട്ടും കൂട്ടിട്ട് ഇറങ്ങിയാണ് രാവിലെ തന്നെ. പുറത്തിറങ്ങിയപ്പോൾ അത് അയലുമേൽ കാക്കച്ചട്ട നിൽക്കണ മാതിരി നമ്മൾ ചങ്ങായിമാരൊക്കെ ടൈഗർ ഹിൽസ് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവറെ കത്തി. സിംഹവും ആനയും പുലിയൊക്കെ ഉള്ള കാടാന്ന്. ഒരു പൂച്ച പോയിട്ട് ഒരു കോഴി പോലും ഇല്ലാത്ത കാട്ടിലൂടെയാണ് പോണത്. ഇവിടെ മുകളിലെത്തി നോക്കിയപ്പോഴോ കൂടരഞ്ഞ് പള്ളി പെരുന്നാളിൻ്റെ അത്രയും ആൾക്കാരാണ്. എല്ലാവരും ഈ ഒരു സൂര്യനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സൂര്യൻ പൊന്തിട്ടുണ്ട്. പെട്ടെന്നാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഗോൾഡൻ കളറിലേക്ക് ആ കാഞ്ചൻഗംഗയുടെ ആ ഒരു പർവ്വതനിര മാറിയത്. അത് ഭയങ്കര അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആർത്ത് വിളിക്കാം. കാരണം ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. പെട്ടെന്ന് ഒരു നിമിഷം, ആ സെക്കൻഡ് കൊണ്ട് അവിടെ മാറിയിട്ടുള്ളൂ. അങ്ങനെ ഒരു 15 മിനിറ്റ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പം ഈ ബാക്കിലുണ്ടായിരുന്ന ഗോൾഡൻ കളർ മാറിയിട്ട് അതിൽ നോക്കി, ഇവിടെ ബാക്കിൽ നോക്കി, അതിൽ ഈ ഒരു ഗോൾഡൻ കളറിൽ മാറിയിട്ട് ഇപ്പോൾ വൈറ്റ് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സൂര്യൻ പൊന്തി ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോയി ഇപ്പോൾ അത് വൈറ്റ് കളറിൽ. പക്ഷെ അതും കാണാൻ ഭയങ്കര ഭംഗി തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വെസ്റ്റ് ബംഗാളിൽ ഡാർജിലിംഗിൽ ഈ ഒരു ടൈഗർ ഹിൽസിലെല്ലാം